സൂര്യൻ്റെ എനർജീനെ അത് സൂപ്പർ നാച്ചുറലും കൂടി കൂടിയിട്ട് അതിനൊന്നും കൂടി നന്നാക്കി അത്ഭുതങ്ങൾ കാണിക്കും. കാണുന്നില്ലേ, മെസ്സി 10ാം നമ്പർ ജേഴ്സി ഇട്ട് അപ്പോൾ ഒരു അത്ഭുതമാണ് കാണിക്കുക. അതുപോലെ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും 10,000 ഉണ്ടായിരുന്നത്. ഈ 100 എന്ന് വരുമ്പോഴേക്കും ഒരു ആ എനർജിക്ക് 10 എല്ലാവർക്കും പറ്റില്ല. 10 ഒരുവിധം പറ്റും. അതൊരു കാർമിക് നമ്പറാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എല്ലാ വണ്ടിയുടെയും നമ്പർ 369. അതെ അതെ, ബ്രാൻഡഡ് സാധനമാണ് മമ്മൂട്ടിയുടെ നമ്പർ. അതെ, 369 ടെസ്ല കോഡ്. അപ്പൊ എന്താണ് ഈ 369? 369 പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂട്ടി എന്നുള്ള പേരും 369 ആണ്. കാറിൽ മാത്രമല്ല ആണല്ലേ? ആ, മമ്മൂട്ടി എന്നുള്ള പേര് മോഹൻലാലിന്റെ കേസിലൊക്കെ നോക്കിയിട്ടുണ്ട്. മോഹൻലാലിന്റെ കേസിൽ ഓൾറെഡി ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ ഈ 36 ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ഗുരുവിനെ പോലെ ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം രജനീകാന്തിന്റെ കാര്യമാണോ? അല്ല, നമ്മുടെ ലാലേട്ടൻ രണ്ടുപേരായാലും നമുക്ക് സ്പിരിച്വലായിട്ട് ഈഷ് എന്നുള്ളത് ഇപ്പം സുരേഷ് ഗോപി, അദ്ദേഹം ആ സുരേഷ് എന്നുള്ള ഈഷിൽ അവസാനിക്കുകയാണെങ്കിൽ അതിന് അത്ര എനർജി ഇല്ല. സുരേഷ് ഗോപി എന്ന് പറയുമ്പോഴേ അത് വളരെ പവർഫുൾ അല്ല. അദ്ദേഹം ഇമോഷണലി ഡൗൺ ആണ്. അങ്ങേയറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ പലതും പിന്നെ തല കൊണ്ട് കാണുന്നതിന് പോലെ ഹൃദയം കൊണ്ട് കാണുന്നത് എനിക്ക് സംശയം. ഉപയോഗിച്ച വാക്കാണ് ഏറ്റവും ബൈബിളിൽ പറയുന്ന പോലെ ലോകം മുഴുവൻ നേടിയിട്ടും സ്വന്തം ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അവസ്ഥയാവും. വണ്ടി നമ്പർ 6 എടുക്കണ്ട. അല്ല, നിങ്ങൾ 6 ദോഷമല്ല, അത് ദോഷമുള്ള നമ്പർ ഉണ്ട്. അത് അതിനേക്കാളും ബെസ്റ്റ് ആണല്ലേ. കുറച്ച് പൈസ കൊണ്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവനും സംരക്ഷണമൊക്കെ ഉണ്ട്. അതിന് ജീവന്റെ സംരക്ഷണം കാര്യങ്ങളൊക്കെ ചിലർ പറയാറുണ്ട് 1ാം നമ്പർ വണ്ടി എടുക്കരുത്. 1 നമ്പർ അത് യോജിക്കുന്നവർക്ക് പറ്റും. യോജിക്കുന്നത് അതായത് ഇപ്പം ഒരാൾ പിന്നെ ജനിച്ച ദിവസം ഒരു 14 കരുതുക, അല്ലെങ്കിൽ ഒരു 23, അവരെ സംബന്ധിച്ചിടത്തോളം 1 പിന്നെ വണ്ടി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ ഓരോരാൾക്കും വ്യത്യസ്തമാണ്. ഇപ്പോൾ ചില ആൾക്ക് പറ്റില്ല 1 എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു പിന്നെ 26-ാം തീയതി ജനിച്ചവർ, അല്ലെങ്കിൽ ഒരു 8-ാം തീയതി 17-ാം തീയതി, ഇവർക്കൊക്കെ ഇപ്പോൾ 1ലാണ് ഒരു വണ്ടി നമ്പർ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രഗിളിങ് ഉണ്ടാവും. അത് കാര്യമായിട്ടുള്ള സ്ട്രഗിളിങ് തന്നെ അവരുടെ ജീവന് തന്നെ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള എനർജിയായി മാറും. അതുപോലെയാണ് ഈ ഒരിക്കൽ അത് ഈ 1ന്റെ കണക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ക്ഷേത്രത്തിലൊരു പരിപാടി, പ്രായമായ ഒരു തന്ത്രിയാണ് ഈ പൂജ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് വലിയ ദക്ഷിണ വേറെ ഉണ്ടാവും. അപ്പൊ ഒരു പ്രസാദം കൊടുത്ത സമയത്ത് ഈ കമ്മിറ്റിക്കാരൻ 100 രൂപ എടുത്ത് ദക്ഷിണ കൊടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞു ഈ 100 മാറും ഒന്നിനും കൊള്ളില്ല, 1 രൂപയും കൂടി വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അല്ല, ഈ 100 ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂമറോളജിയിൽ പിന്നെ ജ്യോതിഷത്തിൽ പിന്നെ സൂര്യൻ്റെ എനർജിയും ശുക്രൻ്റെ എനർജിയും പറ്റില്ല എന്ന് ഒന്നിച്ച് ശരിയാവില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ ന്യൂമറോളജിയിലില്ല. അത് കൂടിച്ചേരുന്നതാണ് 1ഉം 6ഉം. അപ്പോൾ നമ്മൾ ന്യൂമറോളജിയിൽ ഇപ്പം 100 എന്ന സംഖ്യ ഇപ്പോൾ 1ന്റെ ശേഷം 2 പൂജ്യമാണ്. അപ്പോൾ അതിൻ്റെ ആ എനർജി മാറും. ആ 0 വരുന്നതിനനുസരിച്ച് അത് എനർജി ഉണ്ടോ? ഇല്ല, 0ക്ക് എനർജി ഇല്ല. പക്ഷെ ആ ഒരു എനർജീനെ കാണിക്കില്ല, ബ്ലോക്ക് ചെയ്യും. അതേസമയം 1 പൂജ്യമാണെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യും. അതെ, ഇപ്പോൾ 10 എന്നുള്ളൊരു നമ്പർ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യൻ്റെ എനർജീനെ അത് സൂപ്പർ നാച്ചുറലും കൂടി കൂടിയിട്ട് അതിനൊന്നും കൂടി നന്നാക്കി അത്ഭുതങ്ങൾ കാണിക്കും. കാണുന്നില്ലേ, മെസ്സി 10ാം നമ്പർ ജേഴ്സി ഇട്ട് അപ്പോൾ ഒരു അത്ഭുതമാണ് കാണിക്കുക. അതുപോലെ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും 10,000 ഉണ്ടായിരുന്നത്. പക്ഷെ ഒരുപക്ഷെ ഐ എം വിജയൻ അങ്ങനെ ഒരുപാട് പേര് ഈ 10 എന്നുള്ള നമ്പർ ഇതുപോലെ അത്ഭുതങ്ങൾ കാണിക്കും. അതായത് 1ന്റെ കൂടെ ഇത്. അപ്പോൾ ഈ 100 എന്ന് വരുമ്പോഴേക്കും ഒരു ആ എനർജിക്ക് കുറച്ച് ബ്ലോക്ക് ആക്കികളെ. അതാണ് ഈ 10 നമുക്ക് വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റുന്ന നമ്പർ. 10 എല്ലാവർക്കും പറ്റില്ല. 10 ഒരുവിധം പറ്റും. അതൊരു കാർമിക് നമ്പറാണ്. കാർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർമിക്കിൽ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ചില കാർമിക് നമ്പറുണ്ട്. ഉദാഹരണം 19 എന്നുള്ളത് ഒരു കാർമിക് നമ്പറാണ്. അവർ മുൻ ജന്മത്തിൽ കർമ്മം ചെയ്തിട്ട് ഈ പിന്നെ കർമ്മത്തിൽ തെറ്റ് വരുത്തിക്കൊണ്ട്, അതായത് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാണ്ട് അവർക്ക് കർമ്മത്തിൻ്റെ ബാധ്യത വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്കിങ്ങനെ കൂടുതൽ ചെയ്യേണ്ട അവസ്ഥ വരും. പിന്നെ 19 രാജാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ 13 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് ഇതുപോലെ കർമ്മത്തിൽ തെറ്റ് പറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ 10 എന്ന് വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ദോഷവുമില്ല എന്ന് വെച്ചാൽ നല്ലതുമില്ല. പക്ഷേ ഇപ്പം ചെയ്യുന്നതിൽ അവർക്ക് മികവ് കാണിക്കാൻ പറ്റും എന്നാണ് അത് പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എല്ലാ വണ്ടിയുടെയും നമ്പർ 369. അതെ അതെ, ബ്രാൻഡഡ് സാധനമാണ് മമ്മൂട്ടിയുടെ നമ്പർ. 369 ടെസ്ല കോഡ്. അപ്പോൾ എന്താണ് ഈ 369? 369 പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ഉം, അതായത് നമ്മളെ ന്യൂമറോളജി പ്രകാരം നോക്കുമ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഗുരുവാണ്. ശുക്രാചാര്യർ, അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ. 9 എന്നത് ചൊവ്വയുടെ എനർജി ആയിട്ടാണ് കണക്കുകൂട്ടുന്നത്. അതിന് മറ്റൊരു എനർജി കൂടിയുണ്ട് 9 എന്നുള്ളത്. അത് സൂപ്പർ നാച്ചുറലിൻ്റെ പവറാണ്. അതായത് ഈ ഇരുളും വെളിച്ചം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോകത്തിൻ്റെ 2 എനർജി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എങ്ങനെ വേണമെങ്കിൽ പറയാം. അസുരം അല്ലെങ്കിൽ അല്ല, അങ്ങനല്ല, ഒരു പിന്നെ ഡേവിൾ ആൻഡ് ഇത് എന്ന് പറയുന്നില്ലേ, മാലാഖ എന്ന് പറയുന്നത്, അതുപോലെയുള്ള രണ്ടും അതിൻ്റെ നടുവിൽ സൂപ്പർ നാച്ചുറൽ. അതുപോലെ രാവും അകവും പുറവും എന്ന് പറയുന്ന പോലെ എല്ലാറ്റിനും 2 ഭാഗങ്ങളുണ്ടല്ലോ, അതാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള 2 ഭാഗം, അതിന് സാക്ഷിയായിട്ട് സൂപ്പർ നാച്ചുറലിൻ്റെ പവർ 9 എന്നത്. ഇപ്പോൾ ഈ 9 എന്നത് എല്ലാ സ്ഥലത്തും സൂപ്പർ നാച്ചുറൽ തന്നെയാണ്. നമ്മുടെ പിന്നെ എന്താ പറയുക, ഈ ഹിന്ദു മിത്തോളജി പ്രകാരം അങ്ങനെ തന്നെയാണ്. കാരണം മന്ത്രങ്ങളുടെയൊക്കെ കണക്ക് എപ്പോഴും 108 9ൻ്റെ എനർജിയാണ്. അതിൻ്റെ പകുതി ആയി കഴിഞ്ഞാൽ 54 പറഞ്ഞു കഴിഞ്ഞാൽ 5 + 4 അതും 9 ആണ്. അതിൻ്റെയും പകുതി ആയി കഴിഞ്ഞാലും അതും 9 ആണ്. അപ്പോൾ എല്ലാം 9ൻ്റെ നിലയിൽ പോകാം ഈ സൂപ്പർ നാച്ചുറലിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3, 6, 9 എന്നത് ഈ 2 എനർജീനെയും കൂട്ടി ഈ സൂപ്പർ നാച്ചുറലിൻ്റെ എനർജി തന്നെയാണ് വരുന്നത്. അപ്പോൾ വേറെ ഏത് നമ്പറിനും ഇല്ലാത്ത പ്രത്യേകത ഇതിലുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ്, ഇതെല്ലാവർക്കും യോജിക്കണം എന്നില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ എനർജിയും അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും 9 ആണ് വരുന്നത്. അപ്പോൾ 18 വരും. 1 + 8 9 എന്ന് വരും. അപ്പോൾ അങ്ങനെ അത് യോജിക്കുന്നവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വരും. മമ്മൂട്ടി എന്നുള്ള പേരും 369 ആണ്. കാറിൽ മാത്രമല്ല ആണല്ലേ. മമ്മൂട്ടി എന്നുള്ള പേര് 36 ആണ്. മമ്മൂട്ടി 36 പറഞ്ഞാൽ 3 + 6 9. മുഹമ്മദ് കുട്ടി എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു വ്യക്തിനെ എങ്ങനെ അടയാളപ്പെടുത്തുന്നത്? ഇപ്പോൾ വിളിക്കുന്നതുമല്ലേ, ഇപ്പോൾ നിങ്ങൾ IAS ഓഫീസറാകും, വീട്ടിൽ മോനെ കുട്ടാന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അച്ഛനല്ലേ വിളിക്കുള്ളൂ. പേര് എങ്ങനെ നമ്മളെ അടയാളപ്പെടുത്തുന്നു, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ പ്രൊനൗൺസിയേഷനിൽ കാര്യമില്ല എന്ന് പറയുന്നില്ല, എന്നിരുന്നാൽ പോലും ഏറ്റവും മെയിനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് സർട്ടിഫിക്കറ്റിൽ തിരുത്തേണ്ടതില്ല, ഞാൻ പുറം ലോകത്ത് അറിയപ്പെടുന്ന പേര് സ്വീകരിച്ച്? അതെ, അതിപ്പം നിങ്ങൾക്കിപ്പോൾ മീഡിയ എന്ന നിലയിൽ ചിലപ്പം പറ്റുമായിരിക്കും അങ്ങനെ നിങ്ങളെ അടയാളപ്പെടുത്താൻ. അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ എഴുത്തുകാരൻ ഓതറാണെങ്കിൽ അദ്ദേഹത്തിനും പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ മമ്മൂട്ടിക്കാണെങ്കിൽ ഫിലിം സ്റ്റാർ. പക്ഷെ സാധാരണക്കാരന് പറ്റുമോ എന്നുള്ളത് ചിലപ്പം അവർ മാറ്റേണ്ടി തന്നെ വരും. എല്ലാവർക്കും ഈ 369 കിട്ടിയതുകൊണ്ട് ഇല്ല. 369 വന്നതിനെ കൊണ്ട് എല്ലാവർക്കും തന്നെ കാര്യമില്ല. ഇപ്പോൾ ഈ മമ്മൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാം ഫോളോ ചെയ്യുന്നത് ഈ 9ൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മമ്മൂട്ടി എന്നുള്ള പേര് 36, അപ്പോൾ 3 + 6 9. അതേസമയം ദുൽഖർ സൽമാൻ സ്വന്തം മകൻ്റെ പേര് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതായത് ദുൽഖർ സൽമാൻ ഇപ്പോൾ ഇട്ടതല്ലല്ലോ, മമ്മൂട്ടിയുടെ പേരാണല്ലോ. അപ്പോൾ ദുൽഖർ സൽമാൻ എന്നുള്ള പേര് എത്രയാണ്? 45 ആണ്. 4 + 5 9ൻ്റെ എനർജിയാണ്. അപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാം അത് അനുസരിച്ചിട്ടാണ് പോകുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞിട്ടല്ല, നമ്മൾ ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ വീക്ഷണമാണ്. അല്ലാതെ അദ്ദേഹം അങ്ങനെയാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുവിടല്ലോ ഒരാൾ. ഈ മോഹൻലാലിന്റെ കേസിലൊക്കെ നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് മോഹൻലാലിന്റെ കേസിൽ ഓൾറെഡി ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ ഈ 36 വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നത് തന്നെ 3-ലാണ്, 3ൻ്റെ എനർജിയിലാണ്, 12-ൽ 1 + 2 3. അദ്ദേഹം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ് വരുന്നത്. 36. അതെ 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 ലാലേട്ടൻ്റെത് അങ്ങനെയാണ്. അത് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, 3 എന്നൊരു എനർജി ഉണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ എനർജിയാണ്. അതിന് കൂടുതൽ ചന്ദ്രന്മാർ, ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണല്ലോ ഈ വ്യാഴം. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നോട് അടുക്കുന്നവരെ ഇങ്ങനെ വലിച്ചടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജിയാണ് അതാണ് ഫാൻസിൻ്റെ. നമ്മുടെ രജനീകാന്തിൻ്റെ എനർജി അതാണ്, സൂപ്പർ സ്റ്റാറിൻ്റെ എനർജി. അതും ഈ ഇതേപോലെ 3 വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഇങ്ങനെ തങ്ങളിലേക്ക് ഇങ്ങനെ ആൾക്കാരെ വലിച്ചുകൊണ്ട് നിർത്തും. അതേസമയം ഒരു ഗുരുസ്ഥാനീയനായിട്ട് നിൽക്കും. പക്ഷെ അത് നമുക്ക് പബ്ലിക്കിൽ അധികം അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ഗുരുവിനെ പോലെ ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം രജനീകാന്തിന്റെ കാര്യമാണോ? അല്ല, നമ്മുടെ ലാലേട്ടൻ രണ്ടുപേരായാലും നമുക്ക് സ്പിരിച്വൽ ആയിട്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഇവർ രണ്ടുപേരും സ്പിരിച്വൽ പാത്ത് പരസ്യമാക്കാതെ അവർ പോകുന്ന ഒരു പാത്ത് ഉണ്ട്. അത് നമുക്ക് ഇപ്പോഴും ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നല്ലേ എല്ലാവരും. രജനി, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ധ്യാനിക്കാൻ പോകുന്നതൊക്കെ എല്ലാവർക്കും ആ ബാബ എന്ന് പറഞ്ഞ ഒരു പടം തന്നെ അതിനുവേണ്ടി ചെയ്തതാണ്. അതുപോലെ മോഹൻലാലും ഇപ്പം അറിയാം. ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു ആക്ട്രസ് പറഞ്ഞല്ലോ അല്ലെ, എൻ്റെ ഗുരു മോഹൻലാലാണെന്ന്. അല്ല, മോഹൻലാലിന്റെ സ്പിരിച്വൽ വേ എല്ലാവർക്കും അറിയാം.
ഇപ്പൊ രാംജിയായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു ബാക്ക് മീഡിയയിൽ. അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഗൈഡൻസ് ചെയ്യുന്നതും കൂടെ യാത്രകളും സ്പിരിച്വൽ യാത്രകളിലെല്ലാം കൂടി ഉണ്ടാവുക രാംജിയാണ്. രാംജി ഒരിക്കൽ ഇതേ ഫ്ലോറിൽ വന്നിരുന്നു. അതല്ലേ, അതാണ് ഭയങ്കര പവർ, സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷനും. ഞാൻ അതാ പറയുന്നത്, മാസ്റ്ററാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു മീഡിയ അല്ലേ, ഒരു ജേർണലിസ്റ്റ് എന്ന നിങ്ങൾക്ക് കൂടുതൽ അറിയാമായിരിക്കും. അല്ല, നമുക്ക് ഇതുള്ള കേട്ട് മോഹൻലാൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. പലരും പറഞ്ഞ കഥകളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ എനർജി വെച്ചിട്ടാണ് പറയുന്നത്, ഇതിനെ ആ എനർജി അതാണ് എന്നുള്ള പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്തും പേരിന്റെ വാക്കുകളുടെ എണ്ണവും വെച്ചിട്ടാണ് ഇത് കറക്റ്റ് ചെയ്ത് വരിക. അതെ അതെ. ഈ പേര് എന്ന് പറയുമ്പോഴേ ഈ ലെറ്ററിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെറ്ററിനും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. ഇപ്പം എ എന്ന് പറയുമ്പോൾ 1 ആണെങ്കിൽ, എസ് എന്ന് പറയുമ്പോൾ 3ൻ്റെ എനർജിയാണ്, ഇ എന്ന് പറയുമ്പോൾ 5ൻ്റെ എനർജിയാണ്, ഡി എന്ന് പറയുമ്പോൾ 4ൻ്റെ എനർജിയാണ്. അപ്പോൾ അത് ഓരോന്നിനും എനർജി ഉണ്ട്. ആ എനർജി അനുസരിച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ പേര് രോഹിത്. ആരോ അതിൽ ROHTH ഉണ്ട്. ഈ H ഒഴിവാക്കിയ രോഹിത് ആവും. മറ്റേ രോഹിത് ആവും. അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതിനകത്ത്? ഒരു അക്ഷരം കൊണ്ട് ഈ പ്രൊനോളജി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമായിട്ട് വേറെ തന്നെ ഉണ്ട്. നമ്മൾ എന്താണ് എന്നോട് ഒരാളത് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അതായത് ഇപ്പോൾ ഒന്നില് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു വാക്ക് വരികയാണ്. ഇപ്പോൾ കിൽ എന്നൊക്കെ വരുന്നത്, അതല്ലെങ്കിൽ ഡെത്ത് എന്നൊക്കെ വരുന്നത് ചില പേരുകളിൽ അങ്ങനെ വരും. അപ്പോൾ അത് അങ്ങനെ ഒരു മോശമാണെന്ന് തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിഖിൽ, അതുപോലെ ഇഷ് എന്നൊക്കെ വരുന്നത്, ഇഷ്. അതേ ഇപ്പം അനീഷ്, ബിനീഷ്, സുരേഷ് അങ്ങനെയൊക്കെയല്ലേ. ഇപ്പം ഈവൻ എൻ്റെ പേരായാലും ഈ കുറേ ഇഷ്മാരുണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. അതും അത്ര ബെസ്റ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം ഒരു ശക്തമായിട്ടുള്ള പേരുണ്ടെങ്കിലേ അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സുനീഷ്, അതെ അതെ, അച്ഛനും അമ്മയുടെ പേരാ. സുനീഷ് എന്ന അച്ഛനും അമ്മയും ഇട്ടത്. ആ പേര് മാറ്റിയിട്ടുണ്ടോ? പേര് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഇപ്പം സുനീഷ് കെ നായർ എന്നൊക്കെ ആയിരുന്നു പേര്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കെ നായർ മാറ്റി എൻ്റെ അച്ഛൻ്റെ പേര് ഇട്ടു. അത് മോശമായതുകൊണ്ട് മാറ്റി എന്നല്ല അർത്ഥം. എനിക്ക് ബെസ്റ്റ്, എൻ്റെ ന്യൂമറോളജി പ്രകാരം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ പേര് കൂടി വെക്കുമ്പോഴാണ്. ഇപ്പോൾ സുനീഷ് തമ്പാൻ എന്ന് വെക്കുമ്പോഴേക്കും എനിക്ക് കൃത്യമായി. ഞാൻ ആരോടും ചോദിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ പേര് വരുന്നത് രോഹിത് എസ് എന്നാണ്. ഒരു ദിവസം ഇപ്പോഴെങ്കിലും അല്ല, ചാനലിലൊക്കെ വരുന്നതിന് മുമ്പിട്ട് ഒരു ദിവസം എനിക്ക് തോന്നി ഇത് വേറെ രോഹിത് എസിന് ഒരു സുഖമില്ല. ഞാൻ പിന്നെ രോഹിത് നായറിനൊക്കെ ഇട്ട് നോക്കി, പിന്നെ രോഹിത് ശശിധരൻ നായറിനാക്കി നോക്കി. അപ്പൊ എന്റെ മനസ്സിലൊരു സുഖം വരാത്തതുകൊണ്ട് ഞാൻ രോഹിത് എസ് കഴിഞ്ഞ് വീണ്ടും ഒരു രോഹിത് ഇട്ടു. അതെ, രോഹിത് ന്യൂമറോളജി നോക്കിയിട്ടൊന്നും അല്ല, പറയുമ്പോൾ ഒരു സുഖം. അതിപ്പോൾ നമുക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇഷ് എന്നുള്ള സംഭവത്തിനെ കുറിച്ചിട്ട്. ഇഷ് എന്നുള്ളത് ഇപ്പം സുരേഷ് ഗോപി, അദ്ദേഹം ആ സുരേഷ് എന്നുള്ള ഇഷിൽ അവസാനിക്കുകയാണെങ്കിൽ അതിന് അത്ര എനർജി ഇല്ല. സുരേഷ് ഗോപി എന്ന് പറയുമ്പോഴേ അത് വളരെ പവർഫുൾ അല്ല. അദ്ദേഹം ഇമോഷണലി ഡൗൺ ആണ്. ഇപ്പം നമ്മൾ ഒരാള് എന്നെ കുറ്റമായിട്ടല്ല പറയുന്നത്, നമ്മൾ ന്യൂമറോളജിയിൽ എൻ്റെ എനർജിയാണ് പറയുന്നത്. അദ്ദേഹം എത്ര കണ്ട് ലീഡറായിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹം മനസ്സ് ഈ സോഫ്റ്റ്നെസ് ആണ്, അങ്ങേയറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പലതും തല കൊണ്ട് കാണുന്നതിന് പോലെ ഹൃദയം കൊണ്ട് കാണുന്നത് എനിക്ക് സംശയം. കവിയൂർ പൊന്നമ്മ ഉപയോഗിച്ച വാക്കാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതാണ്, അദ്ദേഹം ഹൃദയം കൊണ്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് രാവിലെ ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരു റീല് കണ്ടു. NK പ്രേമേന്ദ്രനോട് സുരേഷ് ഗോപിയെ പറ്റി ചോദിക്കുന്നു, ആങ്കർ ചോദിക്കണം. കാരണം ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണ്, പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചാണ്, ഡിഗ്രിക്ക് ഒരേ കോളേജിൽ പഠിച്ചവരാ. അപ്പം പ്രേമേന്ദ്രൻ പറയാം, ഒരു കാരണവശാലും സൂപ്പർ സ്റ്റാർ ആകുമെന്നോ ഒരു സിനിമാ താരമാകുമെന്നോ മനസ്സിൽ വിചാരിക്കാത്ത ഒരാളാണ് സുരേഷ് ഗോപി. വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ ഇദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. മറ്റൊരു കൂട്ടുകാരനാണ് വിളിച്ചത് ഇത് നമ്മുടെ സുരേഷ് ആണ് എന്ന് പറഞ്ഞപ്പോഴാണ്. കാരണം അദ്ദേഹം അത്രത്തോളം ഒതുങ്ങി ഈ പഠിപ്പിസ്റ്റുകളുടെ കൂട്ടത്തിലിരുന്ന് പഠിച്ചു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ഇതിനിടെ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ സുരേഷ് ഗോപിനെ കണ്ടു. ഇപ്പം നമ്മൾക്ക് അല്ലേ പോയിട്ട് എനിക്ക് കാര്യങ്ങൾ പറയണം ഈ ന്യൂമറോളജിയുടെ കാര്യങ്ങൾ, പക്ഷേ ഇപ്പം നമ്മൾ കുറെ അല്ലേ ദൂരത്തായി അല്ലെ, പോലീസുകാരോ ഇവരൊക്കെ ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എനർജിയിൽ കൂടുതൽ ശക്തിശാലിയാകും അദ്ദേഹം. കാരണം അദ്ദേഹം ജനിച്ച തന്നെ 8ൻ്റെ എനർജി ഉണ്ട് അദ്ദേഹത്തിന്, ശനിയുടെ എനർജി ഉണ്ട്. ഇതും ഞാനിപ്പോൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സ്വയം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ആരും ചെവി പിടിക്കാൻ വേണ്ടി വരണ്ട, ആ എനർജി തന്നെ പിടിക്കും. അതേസമയം ഒരു തെറ്റും ചെയ്യാണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അദ്ദേഹം ഈ എനർജിയിലൊന്നുമല്ല, ഇതിലും വലിയ ഹൈ ലെവലിലേക്ക്. ഹൈ ലെവലാണ് നിൽക്കുന്നത്. അല്ല, ഇതിലും നിങ്ങൾ ഇപ്പോൾ ഹൈ ലെവലാണ്, പക്ഷേ ഇതിലും വലിയതുണ്ട്, പോകാനുണ്ട് അദ്ദേഹത്തിന്. നമ്മുടെ കേരളത്തിന്റെ തന്നെ ഏറ്റവും ഹൈപ്പിലേക്ക് പോകാനുള്ള എനർജി അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ്. ചെറിയ മാറ്റം കൊണ്ടുണ്ടാവും. ചെറിയ മാറ്റം കൊണ്ടുണ്ടാവും. അപ്പോൾ അതാണ് എനിക്ക് ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ പറയാനുള്ളത്. ഇപ്പം എല്ലാവരും അല്ലേ, നമ്മള് സ്വാഭാവികമായിട്ടും നമ്മുടെ മേഖലയാണല്ലോ, അതെ, എന്റെ വ്യൂ പോയിന്റിലാണല്ലോ ഞാൻ നോക്കുക. അപ്പോൾ ആ എനർജിയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവും തന്നെയാണ് സുരേഷ് ഗോപി
യഥാർത്ഥ സുരേഷ് ഗോപിയായി മാറും പിന്നെ. മനസ്സിലായി. ചിലർ ഈ അച്ഛന്റെ പേര് ജാതി വാല് ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുറിച്ചോളി. അതെ 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 അതെ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതെ അതെ. എനിക്കത് ഏറ്റവും കൂടുതൽ സിനിമാക്കാരാണോ രാഷ്ട്രീയക്കാരാണോ നിങ്ങളെ സമീപിക്കാറ്? അങ്ങനെ ഇത് സിനിമക്കാര് വരാറുണ്ട്, പിന്നെ ബിസിനസ്സുകാരൊക്കെയോ? ബിസിനസ്സുകാരും സിനിമക്കാരുമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ രാഷ്ട്രീയക്കാർ പിന്നെ വരാറുണ്ട്. പിന്നെ അത് നമുക്ക് നമ്മുടെ അടുത്ത് വരുന്നവരെ പേര് പറയാനും പറ്റില്ല, കാരണം ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അവരുടെ പ്രൈവസി. അതെ അതെ, അവരുടെ പ്രൈവസിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയില്ല. ഈ ന്യൂമറോളജി കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് രക്ഷപ്പെട്ട ആരെങ്കിലും? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നെ വിളിച്ചിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഈ ചില ആൾക്കാരൊക്കെ അതൊക്കെ വീഡിയോ ഒക്കെ ആക്കി ഇടാറുണ്ട്, പക്ഷേ അതും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. അങ്ങനെ ഇതിനിടെ ഒരു ലേഡി വിളിച്ചായിരുന്നു, അവരുടെ പേര് മാറ്റി, അവർക്ക് എത്രയോ കാലമായിട്ട് അകന്നു നിന്ന ഒരു കേസ് ജയിച്ചു, അവർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനിടെ ഒരു അഡ്വക്കേറ്റ് മാറ്റി അവരുടെ നെയിം ബോർഡും എല്ലാം മാറ്റി. അപ്പോൾ ആ ലേഡി, ആ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കിപ്പോൾ ഇരിക്കാൻ സമയമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ അവർക്ക് അത്രയും പിന്നെ എനർജി മാറുമ്പോൾ കാര്യങ്ങൾ മാറും, അതാണ് സത്യം. അത് നെയിം ബോർഡ് തന്നെ മാറ്റിക്കളഞ്ഞ്. അതാണ് നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഒരാൾ വിളിക്കുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പിന്നെ നിങ്ങൾ രോഹിത്തേന്ന് ഞാൻ വിളിച്ചു, പക്ഷേ അതും സംസ്കൃതത്തിലാണോ എഴുതുന്നത് ഹിന്ദിയിലാണോ എഴുതുന്നത്, എങ്ങനെ എഴുതണ്ടേ, അടയാളപ്പെടുത്തി ഇംഗ്ലീഷിൽ അടയാളപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ എനർജി വരും, അപ്പോൾ ആ കാൽക്കുലേഷൻ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ന്യൂമറോളജി പഠിക്കാൻ എന്താ വഴി? എനിക്ക് ന്യൂമറോളജി പഠിക്കണം. തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 തരത്തിലാണ് ഞാൻ കോഴ്സ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് ന്യൂമറോളജി എന്ന് പറഞ്ഞ ഒരു കോഴ്സ്, അത് നിങ്ങളെ എൻ്റെ ഒരു ന്യൂമറോളജിസ്റ്റ് തന്നെ ആക്കി മാറ്റുന്ന തരത്തിലുള്ള കോഴ്സാണ്. ഓൺലൈനിലാണോ? ഓൺലൈനാണോ? ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പഠിക്കാം. വേണമെങ്കിൽ ഇപ്പോഴും അവൻ്റെ ഇപ്പം കുട്ടികളും പഠിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, ചെറിയ കുട്ടികൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയമല്ലേ, ഇപ്പോൾ 2 മാസം കൊണ്ട് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു സംഭവം പഠിക്കാന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ള 2 കുട്ടികൾ ഇപ്പം കുട്ടികളായിട്ട് അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ബേസ് ആയിട്ടുള്ള ന്യൂമറോളജി ഉണ്ട്, അതിൻ്റെ ഒരു കോഴ്സുണ്ട്. അങ്ങനെ 2 തരത്തിലാണ് ഇത്. കാരണം മറ്റേത് നിങ്ങളെ ഒരു ന്യൂമറോളജിസ്റ്റ് ആക്കിയിട്ട് മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാൻ പാകത്തിന് നിങ്ങളെ ഒരു ന്യൂമറോളജിസ്റ്റ് ആകും. മറ്റേത് പറഞ്ഞാൽ ബേസിക് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴ്സും കംപ്ലീറ്റ് ന്യൂമറോളജിസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്, 2 കോഴ്സുകളാണ് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സുനീഷ് ബ്രോയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയും.